ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇസ്മി മൈസൂസ്കൾ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ മക്കളെ, എനിക്ക് ഇൻസ്റ്റ പിന്നെ വാട്സപ്പ് അല്ലെങ്കിൽ ഇപ്പൊ യൂട്യൂബിൽ കമന്റ് ആണെങ്കിലും ഫുള്ള് ഫാമിലി റിയാക്ഷൻ വീഡിയോ ചെയ്യേ ചേച്ചി പ്രഗ്നൻസി റിവീൽ ചെയ്ത സമയത്തുള്ളതെന്ന് പറഞ്ഞിട്ട് കുറേ കമന്റ്സ് മെസ്സേജസ് എന്നെ കാണാനുള്ളൂ. ആഗ്രഹമില്ല എന്നിട്ടല്ലോ, എന്നെ കൊണ്ട് പറ്റായിട്ടാണ്. കാരണം ഞാൻ ഫുള്ള് സൈഡാണ്. രാവിലെ തൊട്ടിട്ട് എനിക്ക് പിന്നെ തലകറക്കം. മുമ്പൊക്കെ ഛർദി ആണെങ്കിൽ ഛർദ്ദിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് വന്ന് ഇരിക്കാന്നെങ്കിൽ വിചാരിക്കുന്നു. കാരണം 2 ദിവസമൊക്കെ ഫുള്ള് ഛർദ്ദിച്ചുകൊണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ വോമിറ്റിംഗ് അല്ല എൻ്റെ പ്രശ്നം. എൻ്റെ പ്രശ്നം തലകറക്കാണ്. ഭയങ്കര പ്രശ്നമാണത്. നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാവില്ലേ? ഛർദ്ദിച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞല്ലോ എന്നൊക്കെ വിചാരിക്കാമല്ലോ. ഇത് അതുമില്ല. അങ്ങനെ അങ്ങ് കിടന്നു പോവുക. അതുകൊണ്ട് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ ഒന്നും നടക്കുന്നില്ല. പിന്നെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ എക്സ്പെക്ട് ചെയ്യണതും ലൈക്ക് എന്തെങ്കിലും ട്രോൾ ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാനും അങ്ങനെ തന്നെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങളൊക്കെ ദിവസവും കണ്ട് ഞാനിങ്ങനെ ഓരോ സീനൊക്കെ കാണുമ്പോൾ ഇതിന് ഈ ഡയലോഗ് ഇടാം അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ എഡിറ്റ് ചെയ്യാനൊക്കെ സെറ്റാക്കി വെക്കുവേ. പക്ഷെ അന്ന് എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ പിറ്റേന്ന് ഫസ്റ്റ് തൊട്ട് ഞാൻ റിവൈൻഡ് ചെയ്ത് കാണാം. കാരണം ഈ എഡിറ്റിങ് നമ്മളതിനെ ട്രോള് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. അപ്പം അതിന് നമ്മൾ കുറച്ചധികം അതിൽ വർക്ക് ചെയ്യണം. വെറുതെ നമുക്ക് പോയിട്ട് എന്തെങ്കിലും വായി തോന്നും പറയണ പോലെയല്ല ട്രോൾ ചെയ്യുന്നത്. കുറച്ച് ട്രോളർമാർക്കേ അറിയുള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ടില്ലേ. ഞാനിങ്ങനെ അങ്ങനെ കാണുമ്പോൾ വിചാരിക്കും, ഈശ്വര അവർക്കൊക്കെ എവിടെ നിന്നൊക്കെ ഇങ്ങനെ മൂവീസിലെ സീനൊക്കെ എടുത്തിട്ട് ഇതിലേക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന്. അപ്പം ഞാൻ അങ്ങനത്തെ വീഡിയോസാണ് കൂടുതലും ചെയ്യാറ്. സോ എനിക്ക് തോന്നിയത് പ്രഗ്നൻസി റിവീലിംഗ് നോർമലി എല്ലാവരും ചെയ്യണത് ഇങ്ങനെയാണല്ലോ. പക്ഷെ ഞാൻ അതിന് കുറച്ചൊന്ന് ട്രോൾ ആക്കിയിട്ട് ചെയ്യാം എന്നൊക്കെയുള്ള പ്ലാനിലായിരുന്നു. അപ്പം അതിനുള്ള കുറച്ച് പണികളിലായിരുന്നു. അതുകൊണ്ടാണ് കുറച്ചൊരു ലാഗ് വന്നത്. ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഇട്ടേനെ. ഓക്കെ, പിന്നെ എന്താണ് ഞാൻ പറയാൻ വന്നത്? ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത് ട്രോൾ വീഡിയോ അല്ല കേട്ടോ. ഇത് ഒറിജിനൽ വീഡിയോ ഞാൻ അതേപോലെ തന്നെ ലോങ് വീഡിയോ ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് ട്രോൾ അടിച്ചിട്ടുള്ളൊരു വീഡിയോ ഞാൻ എന്തായാലും ഷോർട്സ് ആയിട്ട് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യും കേട്ടോ. ചിലപ്പോൾ ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നതിന് മുമ്പേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എൻ്റെ ഈ പ്രഗ്നൻസി ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു പ്ലാൻഡ് ബേബിയാണ്. അപ്പം നമ്മൾ എത്രയൊക്കെ പ്ലാൻ ചെയ്താലും ദൈവം എന്ന് പറഞ്ഞ ഒരാൾ പ്ലാൻ ചെയ്താലേ നമ്മുടെ കയ്യിലേക്ക് അത് കിട്ടുള്ളൂ അല്ലേ. ഇപ്പം ഞങ്ങൾക്ക് കുട്ടികൾ വേണം, ഇപ്പം കുട്ടികൾ വേണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടൊന്നും കാര്യമില്ല. ദൈവത്തിനും കൂടെ തോന്നണമല്ലോ. അപ്പം നമ്മൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് ഞങ്ങൾ പിന്നെന്താ പറയുക കിട്ടണില്ല പറഞ്ഞാൽ ഞാൻ പിന്നെ അബദ്ധമായാലും പറയില്ല ഞാൻ. അപ്പോൾ അങ്ങനെ ഞാൻ പത്തനംതിട്ടയൊക്കെ പോയ സമയത്ത് ഞാൻ ആക്ച്വലി പ്രഗ്നൻ്റ് ആയിരുന്നു. പക്ഷെ എനിക്കറിയില്ലായിരുന്നല്ലോ. അങ്ങനെ ഞാൻ അവിടുന്ന് ആൻറ്റീൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്യണ സമയത്തൊക്കെ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ തല ഇറങ്ങുക കേട്ടോ. എന്നുവെച്ചാൽ അവിടെ കുറേ നമ്മളിവിടുത്തെ പോലെയല്ല. ഇവിടെയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോഡി പൊതുദർശനത്തിന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മളെന്ത് ചെയ്യും, ദഹിപ്പിക്കാൻ വേണ്ടി എടുക്കും എന്നല്ലാതെ ഇങ്ങനെ പൂജ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവിടെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, നമ്മളിവിടെ നാട്ടിൽ കാണാത്ത. അപ്പം അങ്ങനെ കുറേ കർമ്മങ്ങളും പൂജകളും ഒക്കെ ചെയ്യണം. ഞാൻ അത് കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം എനിക്ക് ഇങ്ങനെ തല കറങ്ങാം കേട്ടോ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അമ്മ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അമ്മേൻ്റെ അടുത്ത് പോയി പറഞ്ഞു, അമ്മ എനിക്ക് നല്ല തല ഇറങ്ങുന്നുണ്ട്. അപ്പം അമ്മ അവിടെ ഇരുന്നോന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ അവിടെ ഇരുന്നു. അപ്പോൾ എനിക്ക് അപ്പോഴൊന്നും ഞാൻ അറിയണില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് ട്രെയിനിൽ വരുന്ന സമയത്തൊക്കെ ആണെങ്കിലും ഞാനും അപ്പും വൈശാട്ടിനും കൂടെ വരുന്നത്. ഞങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുന്നിട്ട് വേവ് വരുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം കിടക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഇരുന്നാണ് വന്നത്. അതിൻ്റെതായ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ ക്ഷീണത്തിലാണെന്ന് വിചാരിച്ചു. ഇവിടെ വന്നിട്ട് പിന്നെ എനിക്ക് തീരെ വയ്യാണ്ടൊക്കെ ആയി. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് കുറേ ദിവസത്തേക്ക് ഓവർ ക്ഷീണവും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് എനിക്ക് എനിക്ക് എന്തോ തീരെ വയ്യ, എന്തായാലും ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം അങ്ങനെയൊക്കെ വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം വൈകുന്നേരമൊക്കെ ആയപ്പോൾ എനിക്ക് തീരെ വയ്യാണ്ടായിപ്പോയി. അതായത് തീരെ ഭയങ്കര തലകറക്കം അതൊക്കെ ആയപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛൻ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന്. അങ്ങനെ ഞാനും അച്ഛനും വൈശാട്ടും കൂടെ KMCT ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു. അങ്ങനെ ഡോക്ടർ അവിടെ കാഷ്വാലിറ്റി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇപ്പം തൽക്കാലത്തേക്ക് പിന്നെ ട്രിപ്പ് ഇട്ട് അവിടെ കിടന്ന് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താ പറയുക ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടെസ്റ്റുകളൊക്കെ തന്നു. വൈറ്റമിൻ ഡിയും പിന്നെ ഷുഗർ, കാൽഷ്യം തുടങ്ങിയിട്ട് കുറേ ലിസ്റ്റ് ഉണ്ടായിരുന്നു, HB ഒക്കെ. ഞാനതങ്ങ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ രമണ ഇമാതിരി വലിയൊരു ടെസ്റ്റിൻ്റെ റിസൾട്ട് ഞാൻ ഇതുവരെ കണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലാം കുറവായിരുന്നു. ഷുഗർ മാത്രം കൂടുതലായിരുന്നു. ഷുഗർ ഉണ്ടായിരുന്നു, FBSും PPBSും HbA1c ഉണ്ടായിരുന്നു. അതുപോലെ HB കുറവായിരുന്നു, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു, കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിലൊരു ബയോമെട്രിക്കൽ നമ്മളെന്താ പറയുക, നമുക്ക് മൊത്തത്തിലൊരു ബാലൻസ്, നമ്മുടെ ബോഡിയുടെ ബാലൻസ് പോയി എന്നൊക്കെ പറയില്ലേ, ആ അവസ്ഥയാണ് എന്നാണ് എനിക്ക് തോന്നിയത്. ഡോക്ടർ തന്നെ പറഞ്ഞത്. ഞാൻ എഴുതി തന്നതിൽ ഒരു ടെസ്റ്റ് പോലും വെറുതെ ആയില്ലല്ലോ എന്ന്. അപ്പോഴും ഞാൻ പ്രഗ്നൻസി എക്സ്പെക്ട് ചെയ്യണില്ല. അങ്ങനെ ഡോക്ടർ മരുന്നൊക്കെ എഴുതി തന്നു. ഞാൻ ഇവിടെ വന്ന് പിന്നെ എനിക്ക് ചെറിയൊരു സംശയം, ഈ ഷുഗറെന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ പ്രഗ്നൻസിയാണ് എനിക്ക് എപ്പോഴും ഓർമ്മയിൽ വരിക. അപ്പോൾ എനിക്ക് അടുത്ത പീരീഡ്സ് ആവാനായിട്ടുമില്ല. ലൈക്ക് ഒരു പീരീഡ്സ്
തെറ്റിയിട്ട് നോക്കി അങ്ങനെയല്ല, അടുത്ത പീരീഡ്സ് ആവാനായിട്ടില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ ഏട്ടനോട് പറഞ്ഞപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പം ഫസ്റ്റിലൊന്നും ഡബിൾ ലൈൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഡിലീറ്റ് ആയി കളഞ്ഞു, പിന്നെ ഒന്നുമില്ലല്ലോ, പിന്നെന്താ, അപ്പോൾ പ്രഗ്നൻ്റ് അല്ല. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഷുഗർ ചെക്ക് ചെയ്തപ്പോൾ വീണ്ടും കുറയല്ല കൂടുക ചെയ്തത്. അപ്പോൾ പിന്നെ എനിക്ക് പ്രഗ്നൻസി പീരീഡ്സ് ആവേണ്ട സമയം അപ്പം പീരീഡ്സ് ആയുമില്ല. അപ്പോൾ എനിക്ക് കുറച്ചൊരു ഇത് തോന്നി. അങ്ങനെ ഞാൻ രണ്ടാമതൊന്നുകൂടെ ടെസ്റ്റ് ചെയ്തു. അതാണ് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് കേട്ടോ, ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത് ഞാൻ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൽ ഭയങ്കര ലൈറ്റ് ലൈനാണ് വന്നത്. അപ്പം നമുക്ക് വീക്ക് പ്രഗ്നൻസിയാണ്. അല്ലുട്ടൻ്റെതിനും അങ്ങനെയായിരുന്നു. അല്ലുട്ടന് 5 or 6 കിറ്റ് ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് പോസിറ്റീവ് കാണിച്ചത്. അപ്പം ഞാൻ 1.5 മാസമായിട്ടുണ്ടായിരുന്നു. ഇതും ഏകദേശം അങ്ങനെയൊക്കെ തന്നെ. അപ്പം ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ വീക്ക് പ്രഗ്നൻസി കാണിച്ചു. അങ്ങനെ ഞാനത് ഇവിടെ എല്ലാവരും കൂടെ കാണിച്ചു. എല്ലാവരും ഹാപ്പി ആയിരുന്നു. പക്ഷെ എല്ലാവരും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാനിവിടുന്ന് തുറന്ന അപ്പം ഞാൻ 3ാമത്തെ കുട്ടീനെ ട്രൈ ചെയ്താലോ എന്നൊക്കെ ഞാൻ അങ്ങനെ അച്ഛനടുത്ത് അമ്മേടത്തൊക്കെ പറയാറുണ്ട്. അതുകൊണ്ട് ഇവരെല്ലാവർക്കും ഭയങ്കര വണ്ടർ അടിച്ച് നിൽക്കുന്നൊരു മൊമെന്റ് അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെയും തമ്മിൽ ഭേദം തൊമ്മൻ പറഞ്ഞപ്പോൾ അച്ഛനായിരുന്നു ഇങ്ങനെ ഇടുന്നോട്ട് നോക്കിയത്, അല്ലാതെ വേറെ ആരും. പിന്നെ എല്ലാവരും വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. എടുക്കുകയാണെങ്കിൽ കോമഡി ആയേനെ. പക്ഷെ ഞാൻ പറഞ്ഞ സാഹചര്യങ്ങളൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയ സാഹചര്യങ്ങളായിരുന്നില്ല. അങ്ങനെ എടുക്കാൻ പറ്റാതായി പോയ കുറച്ച് ആൾക്കാരുടെ വീഡിയോസ് ഉണ്ട്. ഇവിടെ ഉള്ളവർക്ക് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ അന്ന് പറഞ്ഞ ആൾക്കാരുടെ വീഡിയോസ് മാത്രം എടുത്തത്. പിന്നെ എനിക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വൈശാഖേട്ടൻ വീണ്ടും കേട്ടോ എനിക്ക് എന്താ വട്ടാണോ എന്നുള്ള മട്ടിലായിരുന്നു. കാരണം ഏട്ടനെ ഏകദേശം ഒരു ഉറപ്പുണ്ടായിരുന്നു മേ ബി അതായിരിക്കാം എന്നുള്ളത്. പിന്നെ ഞാൻ കിറ്റ് കൊടുത്തപ്പം ഏട്ടൻ്റെ റിയാക്ഷൻ എന്താ ഞാൻ ഇടാം കേട്ടോ. എന്ന് വെച്ചാൽ പഴയ കിറ്റ് കൊടുത്ത് ഞാൻ പറ്റിക്കുകയാണോ എന്നൊക്കെയുള്ള മട്ടിലായിരുന്നു മൂപ്പരുടെ നോട്ടം. എനിക്ക് ആകെ ഒരു ക്യൂരിയസ് ആയത് ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞപ്പം അച്ഛൻ്റെ ഒരു നോട്ടം ഉണ്ടായിരുന്നു. അതിൽ ഞാൻ അശ്യൂ എന്നായി പോയി. അതൊന്ന്. പിന്നെ അമ്മ ആസ് യൂഷ്വൽ ഞാനാണെങ്കിലും കല്യാണിയാണെങ്കിലും പ്രഗ്നൻ്റ് ആണെന്ന് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് 2 ഡാൻസിൻ്റെ സ്റ്റെപ്പൊക്കെ ഇട്ടിട്ടാണ് അമ്മ വരിക. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾ പ്രഗ്നൻ്റ് ആവാന്ന് പറയുന്നത്. സോ അത് ഞാൻ പറഞ്ഞപ്പോഴും അമ്മയ്ക്ക് ഭയങ്കര ആ ഒരു ക്ലിക്ക് എനിക്ക് കിട്ടിയില്ല സത്യം പറയുകയാണെങ്കിൽ. അമ്മ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞപ്പം അമ്മേൻ്റെ 2 സ്റ്റെപ്പ് ഉണ്ടായിരുന്നു ഡാൻസ്. അത് കിടക്കുന്നത് ശരിക്കും അതിൻ്റെ എൻഡിലേക്ക് ആയിപ്പോയി ഞാൻ വീഡിയോ അങ്ങോട്ട് ചിരിച്ചത്. അതുകൊണ്ട് അതങ്ങോട്ട് കിട്ടിയില്ല. പക്ഷേ അങ്ങനെയായിരുന്നു. കല്യാണി പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ ഇതുപോലെ തന്നെയായിരുന്നു. അമ്മ ഡാൻസ് കളിക്കായിരുന്നു തുമ്പീനെ എടുത്തിട്ട്. അതുപോലെ തന്നെയായിരുന്നു ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ കേട്ടോ. പിന്നെ കല്യാണി സീരിയസ്ലി ഓക്കായിരുന്നു ഏറ്റവും കൂടുതൽ തോര. ചേച്ചി നോക്ക് കാരണം എനിക്ക് ഡൗട്ട് ഉണ്ടെന്ന് കേട്ടപ്പോൾ അവള് നോക്ക് എന്നാണ് നിർബന്ധിക്കരുത്. കാരണം ഓക്കെ അറിയണം ഞാൻ വീണ്ടും ചാടിയോ എന്നുള്ളത്. അപ്പോൾ ഓളെന്തായാലും ഇനി ഈ പരിപാടിക്ക് ഇല്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ പിന്നെയും 3ാമത് സീരിയസ് ആയിട്ട് അങ്ങനെയൊക്കെ ചോദിക്കട്ടെ ഓളിനോട്. അപ്പോൾ ഓള് പറഞ്ഞപ്പോൾ ഓള് ഹാപ്പി. പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മേൻ്റെതായിരുന്നു എനിക്ക് ഏറ്റവും കോമഡി തോന്നിയത് റീനമ്മ. കാരണം അവിടെ ഉണ്ണിച്ചൻ്റെ സിസ്റ്റർ മരിച്ചിട്ട് എത്ര 16ന്റെ ചടങ്ങൊക്കെ കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിത് പറയുന്ന സമയത്ത് ചടങ്ങുകളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ വിളിക്കുന്നത്. വീഡിയോ കോൾ ചെയ്തിട്ട് അമ്മേൻ്റെ അടുത്താണ് ആദ്യം പറയണത്. അപ്പം അമ്മേനോട് ഞാനിങ്ങനെ അമ്മ അയൽന്ന് എന്തോ എടുക്കുക. അപ്പം ഞാൻ പറഞ്ഞു അമ്മേ അവിടെ എവിടെയെങ്കിലും തൂണുണ്ടെങ്കിൽ അവിടെ ചാരി നിന്നോളൂ എന്ന്. അപ്പം അമ്മ എന്തോ കാര്യം തൂണുണ്ട് അങ്ങനെയാ പറഞ്ഞത്. അമ്മ അടുത്ത് തൂണുണ്ടോ? ഉണ്ട്, അതിൽ പിടിച്ചു. അപ്പം ഞാൻ എന്തെങ്കിലും കാണിച്ചു കൊടുത്തു. അപ്പം അമ്മേൻ്റെ ആക്ഷനൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉണ്ണിച്ചൻ കൈ കൊട്ടിച്ചിരിക്കായിരുന്നു. നിനക്ക് അതിന് വേണടാന്ന് പറഞ്ഞ പോലെ അങ്ങനെ ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അന്ന് ഇത്രയും പേരൊക്കെയാണ് അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അപ്പൂൻ്റെ അടുത്ത് ഞാൻ പിന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു കുറച്ച് എനിക്കിത് കൺഫേം ആവുന്നേക്ക് ഷുഗറും കൂടെ ഉള്ളതുകൊണ്ട് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ഇവൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ആര്യൻ്റെ അടുത്തൊക്കെ പറഞ്ഞു. പിന്നെ അവിടെ എല്ലാവരും അറിയില്ല. അപ്പം എനിക്ക് അങ്ങനെ ഞാൻ ആരോട് പറയില്ല, ഭയങ്കര സീക്രട്ടാക്കി വെച്ചൊരു സാധനമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ആരടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അപ്പൂൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ അപ്പൂൻ്റെ അടുത്ത് ഞാൻ വേറെ ടോക്കിന് ഇടയിൽ കൂടെയാണ് ഇത് പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് ആ ഒന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നതല്ല. കാരണം കോളിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ പിന്നെ അതുപോലെ ചെറിയച്ഛനടുത്തൊക്കെ പറഞ്ഞപ്പോൾ ഫുൾ കോമഡി ആയിരുന്നു കേട്ടോ. എൻ്റെ കൃഷ്ണ എന്ന് പറഞ്ഞ് എൻ്റെ ഒരു നോട്ടം കണ്ട് നോക്കിയിട്ടുണ്ടായിരുന്നു ചെറിയച്ഛനൊക്കെ. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ വിദ്യശേഷനോടൊക്കെ പറഞ്ഞ കോമഡി ആയിരുന്നു. കാരണം വിദ്യശേഷനോട് ഞാൻ പറഞ്ഞു റെഡിയായി നിന്നോ, കെട്ടും പാണ്ടൊക്കെ എടുത്ത് നിന്നോ, ഏകദേശം മെയ്യിലായിരിക്കും ഉണ്ടാവുക, നമുക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്ന്. കാരണം തുമ്പീനൊക്കെ എനിക്ക് ബൈസ്റ്റാൻഡർ ചേച്ചിയും ചെറിയമ്മയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പം ചേച്ചി സത്യമായിട്ടോ ഓൻ ഏടേന്നാ ചോദിച്ചത്. വൈശാട്ടൻ പോയതിനു ശേഷം ചേച്ചിനോടൊക്കെ പറഞ്ഞ് അങ്ങനെ എല്ലാവരും ശരിക്കും വണ്ടടിച്ചു. പിന്നെ ഇവിടെ തന്നെ ഇപ്പം അശ്വിനീൻ്റെ അമ്മേൻ്റെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞ സമയത്ത്
വല്യച്ഛൻ, അതെ അശ്വിനീൻ്റെ അച്ഛൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ സമയത്ത് വല്യച്ഛൻ ഞാൻ പറഞ്ഞു ഈ സീരിയസ് ആക്കിയതാണോ എന്ന്. കാരണം നമ്മളെ ഹേസുവിൻ്റെ 28 പോയ സമയത്ത് വല്യച്ഛൻ വെറുതെ എന്നെ ചൊറിഞ്ഞോണ്ട് ഇറക്കിയായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞു ഞാൻ അടുത്ത കൊല്ലം ദൃശ്യൻ്റെ കുട്ടീൻ്റെ 28 പോവാന്ന്. എന്നെ വെറുതെ കളിയാക്കിയായിരുന്നു. പക്ഷെ ഞാൻ സീരിയസ് ആക്കിയതാണ് വല്യച്ഛൻ പറയുന്നത് കേട്ടോ. പിന്നെ ഇവിടെ വിദ്യചെറിയമ്മയുണ്ട്. വിദ്യചെറിയമ്മയുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞപ്പം ചെറിയമ്മ വിചാരിച്ചു ഞാൻ പ്രാങ്ക് ചെയ്തതാണ്. ഞാൻ യൂട്യൂബർ ആയതുകൊണ്ട് ഇപ്പം എല്ലാവരും പ്രാങ്ക് എന്ന് വിചാരിക്കുമല്ലോ. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് ചെറിയമ്മ പറഞ്ഞു ഈ പറഞ്ഞത് സത്യമാണല്ലേ എന്ന്. അങ്ങനെ കുറച്ച് പേര് അറിഞ്ഞവരൊക്കെ അങ്ങനെ കുറച്ച് കണ്ടടിച്ചിട്ട് പിന്നെ കുറച്ച് പേരൊക്കെ അത് നന്നായി എന്തായാലും കുട്ടികളുണ്ടാവണം അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ അല്ലാത്തവരുമ്പോഴത്തും പറയില്ലല്ലോ, എന്താവട്ടെ നമുക്ക് വേണം തോന്നി അതന്നെ. അപ്പം അങ്ങനെയൊക്കെയാണ്. പിന്നെ ഒരുത്തി അശ്വിനി വീഡിയോ കോൾ ചെയ്യുന്ന സമയത്താണ് ഞാൻ ഒരു കാര്യം എന്നോട് പറയാണ്ട്, ആരോടും പറയുന്നത് ഭയങ്കര സീക്രട്ടാണ് ഒക്കെ പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ ആണെന്ന് അയ്യോ എന്നൊക്കെ പറഞ്ഞു ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് അടുത്ത വീട്ടുകാരൊക്കെ വന്ന് ഇവള് ഡ്യൂട്ടിക്ക് പോവാ, നൈറ്റ് ഡ്യൂട്ടിക്ക് പോവുക. അപ്പോൾ റോട്ടുമ്പോൾ നല്ല ഒച്ചപ്പാടുണ്ടാക്കുന്നത്. ആ വീട്ടുകാരൊക്കെ വന്ന് എന്താ മോളെ എന്നൊക്കെ ചോദിച്ച് അയ്യോ ഒന്നും ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ടോളൂ സോൾവ് ആക്കി. ഓളെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അപ്പോൾ ഓളെ ഫ്രണ്ട്സ് പറഞ്ഞത്രേ ലൈക്ക് റനയും പിന്നെ കുട്ടീൻ്റെ പേരെന്തായിരുന്നു ശ്വേത ശ്രേയ സംതിങ് എന്തോ ആണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്നു. അപ്പോൾ റന പറയാത്രേ ആദ്യമായിട്ടാണ് ഞങ്ങൾ എൻ്റെ ലൈഫിൽ ലൈവായിട്ട് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്, പ്രഗ്നൻസി റിവീൽ ചെയ്യുന്നത്. അങ്ങനെ അവര് പറഞ്ഞ് ഇത്രയൊക്കെയാണ് എല്ലാവരും അറിഞ്ഞത്. കട്ടയ്ക്കും ഭയങ്കര ഞങ്ങൾ കട്ടയി ചെറിയച്ഛന പിന്നെയും ചെറിയച്ഛനായി നട്ടപ്പോൻ്റെ ഒരു മുഖമാണ് എന്നുള്ളൊരു ഇത്. അങ്ങനെ എല്ലാവരും അറിഞ്ഞു. അമ്മമ്മയും അമ്മച്ചനും ഭയങ്കര ഹാപ്പി ആയിരുന്നു. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ അമ്മമ്മനോടും അമ്മച്ചനോടും പറഞ്ഞപ്പോൾ. അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ. ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾ അധികം ഒന്നും എക്സ്പെക്ട് ചെയ്യരുത്. പക്ഷെ എൻ്റെ എഡിറ്റിംഗ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തു. ഞാൻ ഒരു 1.5 എഡിറ്റിങ്ങിന് വേണ്ടിയുള്ള കഷ്ടപ്പാടിലാണ്. ഓക്കെ, അങ്ങനെ മുകളിൽ എന്തൊക്കെയാണ് വരുന്നുണ്ട് അതുകൊണ്ടാണ്. പിന്നെ അത്രയൊക്കെ തന്നെയാണ് എൻ്റെ ഒരു പ്രഗ്നൻസി റിവീൽ ഉണ്ടായിരുന്നത്. പിന്നെ ഞാനും ഏകദേശം എക്സ്പെക്ട് ചെയ്തുകൊണ്ട് എനിക്ക് ഓ മൈ ഗാഡ് ഞാൻ പ്രഗ്നൻ്റ് ആകുന്ന അങ്ങനത്തെ സാധനം എനിക്ക് പറ്റിയില്ല. കിറ്റിൽ ഇത് ആക്കിയപ്പോൾ എനിക്ക് ഏകദേശം അറിയാമായിരുന്നു ഞാൻ പ്രഗ്നൻ്റ് ആണെന്നൊരു തോട്ട് എനിക്ക് ഉള്ളത് കൊണ്ട് ഞാൻ ഓവർ എക്സ്പ്രഷനൊന്നും ഇട്ടിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഓവറായിട്ട് ഇത് ഇപ്പം നമ്മൾ കിറ്റ് കൊടുക്കുന്ന സമയത്ത് ചേട്ടൻ സന്തോഷത്തിൽ തന്നെ കോരിയെടുത്ത് കറക്കുന്നൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. കാരണം ഏട്ടൻ്റെ ഭാവം കണ്ടിട്ട് ഞാൻ തന്നെ അയ്യേ ഇത്തിരി എക്സ്പ്രഷൻ ഇട്ടുകൂടെയെന്ന് ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഏട്ടൻ ആദ്യം വിചാരിച്ച പഴയ കിറ്റ് കൊടുത്ത് ഞാൻ പറ്റിക്കാന്ന്. അത് കഴിഞ്ഞിട്ട് കൺഗ്രാറ്റുലേഷൻസ് ദൃശ്യ എന്ന് എന്നോട് പറഞ്ഞു കേട്ടോ. അത്രേ ഉള്ളൂ. കാരണം ഞാൻ വെച്ചാൽ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ആ ഒരു ഇതിൽ. പക്ഷെ അച്ഛനായിരുന്നു കുറച്ചുകൂടി ഒരു എക്സൈറ്റ്മെന്റ്, മീൻസ് ഞെട്ടൽ. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഒക്കെ കാണും. ഞാൻ എഡിറ്റ് ചെയ്യാത്ത സാധനം ഒറിജിനൽ വീഡിയോ ഞാൻ ഇതിലിടുന്നുണ്ട്. എഡിറ്റ് ചെയ്ത് ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാം. ഞാൻ കുറച്ച് കഷ്ടപ്പെടും. ഞാൻ പോയിട്ട് ബാക്കിയും കൂടി എഡിറ്റ് ചെയ്യട്ടെ. അപ്പോൾ നിങ്ങൾ പോയി കണ്ടോളൂ. ഓക്കെ, ഇത് ഞാൻ രണ്ടാമത്തെ കിറ്റാണ് കേട്ടോ ഇപ്പോൾ നോക്കുന്നത്. ഇതിന് മുമ്പേ ഇത് നോക്കിയപ്പോൾ നെഗറ്റീവ് ആയപ്പോൾ ഞാൻ അതങ്ങ് വിട്ടതാണ്. രണ്ടാമത്തെ കിറ്റാണ് നോക്കുന്നത്. അത്ര ഓവർ പ്രതീക്ഷയോടെയൊന്നും അല്ലായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വീക്ക് പ്രഗ്നൻസിയാണ് കാണിച്ചത്. വളരെ ലൈറ്റ് ലൈനായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് ഏകദേശം ഉറപ്പായിരുന്നു. കാരണം അല്ലൂസിൻ്റെതും ഇങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഏകദേശം ഒരു കൺഫർമേഷൻ ഉണ്ട്. പിന്നെ എൻ്റെ സിംറ്റംസ് ആണെങ്കിലും ഷുഗറിൻ്റെ ലെവലൊക്കെ കണ്ടപ്പം ഏകദേശം ഉറപ്പായി എന്നുള്ള മട്ടിലായിരുന്നു. ഇനി ഞാനിത് കൊണ്ടുപോയിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുത്തിട്ട് വരാം. വെച്ചിട്ടാ പഴയതല്ലേ? മക്കളാണേ അല്ല. സിംഗിൾ ആണോ? ആണോ? കൺഗ്രാറ്റുലേഷൻ ദൃശ്യ. എന്താ രണ്ടെണ്ണായില്ലേ? സീരിയസ്ലി നോക്ക്. ചെറിയ കളറേ ഉള്ളൂ. പണിയെടുക്കുന്നു അതല്ല അച്ഛൻ ഓള് വലുതായി എന്ത് ചെയ്ത് കുത്തിപ്പിച്ച് കുട്ടിയാ തുമ്പി എന്താ വേണ്ടേ? അത് തിന്നല്ല. എന്താ കാല് പിടിച്ചാൽ ഞാൻ എന്റെ അല്ലട്ടാ എടുത്ത പണി തുപ്പ സ്വഭാവം മാറൂ.
ആ ഈശോ അവളെ തുടങ്ങണം. പിന്നെ അത് അടുത്തേനെ വിളിച്ചിട്ടോ. അപ്പോൾ കട്ടയ്ക്ക് ഓൾറെഡി ഇങ്ങനെ ഡൗട്ട് ഉണ്ട് എന്നുള്ളത് അറിയാം, കാരണം അവൾ പറഞ്ഞിട്ട് ചെറിയൊരു ഡൗട്ട് ഉണ്ടെന്നൊക്കെ അറിയായിരുന്നു. പക്ഷേ ഞങ്ങളിത് എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതങ്ങ് കാണിച്ചു കൊടുത്തപ്പോൾ തെയ്യോണ്ട് പെരുഞ്ചിരിച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം ശരി തീരുമാനമായി. പിന്നെ കുറേ നേരം എന്നിട്ട് ട്രോൾ ചെയ്യുന്നതെല്ലാം കൂടെ. ഇവൻ്റെ കോലം കണ്ട് നിങ്ങൾ അറിയൊന്നും കരുതരുത്, അവിടെയത്തെ കോലം ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. ഇനിയിപ്പോൾ പറയും ജന്തു എന്ന സ്ക്രീൻ റെക്കോർഡൊക്കെ എടുക്കേണ്ട ഒരു വാക്ക് പറയണേ, നല്ല ബെനക്കിരിക്കായിരുന്നല്ലോ എന്ന് ചിലപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പറയുമായിരിക്കും. പക്ഷേ എന്ത് ചെയ്യാനല്ല, എനിക്കങ്ങനെ പറയുന്ന ശീലമല്ലല്ലോ. സംഭവം അപ്പോൾ ഇത് നല്ല കോമഡി അയക്കുന്നത് എനിക്ക് തോന്നുന്നു. ഞാൻ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ അത് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. നമ്മൾ പറയുമ്പോൾ എല്ലാവരും പേരും ചിരിയാച്ചിരിക്കുന്നത് എന്താല്ലേ. ഇതിൻ്റെ മുന്നത്തെ അങ്ങനെ റിവീലിംഗ് വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ തുമ്പി ഞങ്ങളുടെ അൺപ്ലാൻഡ് ബേബി ആയതുകൊണ്ട് തന്നെ അത് അറിഞ്ഞപ്പോൾ വൈശാഖിൻ്റെ എക്സ്പ്രഷൻ കോമഡി ആയിരുന്നു. ഗോയിന് ആര് ആര് ബോയിനെയാണ് വേണ്ടേ? ബോയിനെ വേണ്ടേ? എന്തിനാ അത് കളിക്കാനോ? ആണോ? ഹാപ്പി ഹാപ്പി ആയോ ശരിക്കോ? മോളെ കൈ കാണിക്ക്. അതല്ല, ഇതെന്താ നോക്കൂ, ഇതെന്താ അറിയോ? വാവാ തുമ്പി, അമ്മേന്റെ തുമ്പേല് വാവാ. തുമ്പി മോളെ, തുമ്പി പെണ്ണേ ഓണായി ഓഫായി. ഇത് റിമോട്ട് അല്ലടി. എനിക്ക് ഇതായിരുന്നു കേട്ടോ ഭയങ്കര കോമഡി ആയി തോന്നി. അമ്മയെ അടുത്ത് തൂണുണ്ടെങ്കിൽ ഒന്ന് പിടിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ അമ്മ കാര്യമായിട്ട് പോയിട്ട് ഉണ്ട് ഞാൻ പിടിച്ചെന്ന്. അത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ കുറേ ചിരിച്ചിട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ സാധനങ്ങൾ കാണിച്ചത്. അപ്പോൾ അമ്മ കണ്ടപാടും പോടി, ഞാൻ പറ്റിക്കാന്ന് വെച്ചിട്ടേ പോടി എന്നൊക്കെ ഒന്ന് പോടി കേട്ടോ. പിന്നെ അമ്മേനെ ബോധം പോയി. അല്ലെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും അറിയാം കേട്ടോ. ലൈക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ എന്തായാലും 3 പ്രസവം കഴിഞ്ഞിട്ട് നിർത്തുള്ളൂ എന്നുള്ളത് ഞാൻ ആദ്യം തൊട്ടേ പറയുന്നതുകൊണ്ട് എല്ലാവരും ഏകദേശം ലൈക്ക് അറിഞ്ഞപ്പോൾ ഭയങ്കര സംഭവമായിട്ടോ അല്ലെങ്കിൽ ഓ മൈ ഗോഡ് അങ്ങനത്തെ ഒന്നും ഇല്ലായിരുന്നു. എന്നാലും ഈ ഒരു എക്സ്പ്രഷൻസ് ഒക്കെ കാണുമ്പോൾ എനിക്കിപ്പോൾ നല്ലോണം ചിരി വരുന്നുണ്ട്. എന്തായാലും എൻ്റെ അമ്മ ഉണ്ടല്ലോ, അമ്മേനെ പിന്നെ കണ്ണ് തുറന്നാലില്ലേലും അമ്മ ഉറങ്ങാൻ നിങ്ങൾ തോന്നും കേട്ടോ. കാരണം അമ്മയും ഉഷമ്മയൊക്കെ ചിരിച്ചു കഴിഞ്ഞാലൊക്കെ കണ്ണ് ചിമ്മിയും കൊണ്ടാണ്. ഞാൻ ചോദിക്കണ്ട ഈ കണ്ണ് തുറക്കല്ലേ നിങ്ങൾ? അങ്ങനെ ഇതാ വൈശാട്ടൻ വേക്കിൽ അമ്മയെ ഞാൻ എന്ത് പറയാൻ, ഇവൾ നിർബന്ധിച്ചിട്ട് അതൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ അല്ലും തുമ്പിയൊക്കെ എന്തൊക്കെയോ പറയണ്ട, അമ്മമ്മ ബോയ് ആണെന്നൊക്കെ. എന്നിട്ട് ഓനത് വാങ്ങിക്കൊണ്ടുപോയി അപ്പുറത്തുനിന്ന് വേറെ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. തുമ്പീൻ്റെ അല്ലുവിൻ്റെ കാര്യത്തിൽ ഇത് കാണിച്ചപ്പം കുറച്ച് ഓവർ എക്സൈറ്റഡ് ആയിട്ടും ഇത് എന്താ സംഭവം എന്ന് മനസ്സിലായത് അല്ലൂട്ടനാണ്. തുമ്പിക്ക് ഇത് വലിയ കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല. ഓളിത് റിമോട്ടാണെന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്. അല്ലൂട്ടനാണെങ്കിൽ അമ്മേനെയും പിന്നെ ഉണ്ണിയച്ഛനെയും ഒക്കെ വേറെ തന്നെ വീഡിയോ കോൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നോക്കുന്നൊക്കെ ഉണ്ണിയച്ഛൻ ഇത് കാണിച്ചു കൊടുത്തപ്പോൾ ഉണ്ണിയച്ഛൻ പെരും ചിരിയും കൈ കൊട്ടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷേ അപ്പോൾ കറക്റ്റ് റേഞ്ച് പോയി ഗൈസ്. അപ്പോൾ ഉണ്ണിച്ച കൈ കൊട്ടി ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും എല്ലാവരെയും അറിയിച്ചു. പിന്നെ ഇത് അല്ലുട്ടൻ ഫോണും വാങ്ങി അപ്പുറത്ത് പോയിട്ട് പിന്നെ ഉണ്ണിയച്ഛൻ ഇത് വിശദീകരിച്ചു കൊടുക്കുക ബോയ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പം അല്ലൂസ് പറയുന്നുണ്ട് ഗേൾ ആയാലും മതി അമ്മ, കാരണം തുമ്പിക്കും ഹേസുവിനൊക്കെ എന്നോട് ഭയങ്കര ഇഷ്ടമാണല്ലോ, അപ്പോൾ ഗേൾ ആകുമ്പോഴേക്കും ചിലപ്പോൾ എന്നോട് കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക എന്നൊക്കെ. ഇന്നല്ലെങ്കിൽ നാളെ ഇത് എന്തായാലും ഉണ്ടാവും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ നിങ്ങൾ ഈ എക്സ്പ്രഷൻസ് ഒക്കെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ ഇളയമ്മൻ്റെ അടുത്ത് പറഞ്ഞു പഞ്ചായൻ്റെ ആളെണ്ണം കൂടി. അറിയോ ഇതാ സീരിയസ്ലി ഇളമ്മ പ്രഗ്നന്റ് ആന്ന് അല്ലപ്പം ചോദിച്ചേ? ആ പിന്നെ ഓളോ കുട്ടിയെ 2 വയസ്സായിക്കോട്ടെ. ഞാൻ 3 വയസ്സായി അപ്പൊ സെറ്റല്ലേ. ഓ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ അശ്വിനിയുടെ അടുത്ത് പറയണത്. അപ്പോൾ അന്ന് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അവളുടെ അടുത്ത് പറഞ്ഞ സമയത്ത് ഞാൻ ഫസ്റ്റ് ഞാൻ വീഡിയോ കോൾ ഞാൻ ഇടയ്ക്ക് വിളിക്കുന്നതുകൊണ്ട് കയ്യിലൊരു ഇതൊന്നും തോന്നൂല. അപ്പോൾ ഞാൻ അടുത്ത് ആരെങ്കിലും ഉണ്ടോ അവരോട് ഞാൻ എന്നോടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫ്ലാഷ് ആവുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോഴേ എന്താ പറയും എന്നാണ് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. നൈറ്റ് ഡ്യൂട്ടിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടി. അപ്പോൾ ആ സമയത്താണ് ഇത് കാണിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇതാ ഒച്ചപ്പാടും പെടുക്കട അമ്മീ എന്നുള്ള പട്ടേരും കേട്ടോ. പിന്നെ കുറേ തുള്ളിച്ചാട്ടും ഒച്ചപ്പാടും മാത്രമേ കണ്ടു. അപ്പോൾ റേന ഏതാ 2 കണ്ണും നോക്കി നിൽക്കുന്ന. ഈ കുട്ടീൻ്റെ പേര് ശ്രേയാന്നോ ശ്വേതാന്നോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ, മറന്നു പോയതാണേ. അപ്പോൾ ഇത് ഇവരും കണ്ടിട്ടോ, ഇവർ ലൈവായിട്ടാണ് ഇത് ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നൊക്കെയാണ് പറഞ്ഞത്. അശ്വിനിയാണെന്ന് ഒച്ചപ്പാടുണ്ടാക്കി അപ്പുറത്തുനിന്ന് ആൾക്കാരൊക്കെ എന്താ മക്കളെ എന്നൊക്കെ ചോദിച്ചു വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇതൊന്നും പോരായിട്ട് പിന്നെ ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിട്ടോ. വേറെ ഒന്നുകൊണ്ടല്ല, ലൈറ്റ് ലൈൻ ആണല്ലോ വന്നത്, കുറച്ച് ഡാർക്ക് കാണും എന്താ അവസ്ഥ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് ഇതാ ഈ കാണുന്നത്. തോറലേ മാറി തുമ്പി വെളിച്ചൊന്നുമില്ലല്ലോ.
കുറച്ചുകൂടെ മൂത്ത കാണിച്ചോട്. ഇതിലൊരു ഡാർക്ക് ലൈൻ ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതിലും അധികം ഡാർക്ക് വന്നിട്ടില്ല. മുൻപത്തേനേക്കാൾ ഒരു ഇച്ചിരി കൂടെ ഒരു കളർ വന്നേ ഉള്ളൂ. അത് അപ്പം തന്നെ ഉണ്ടായിരുന്നില്ല, കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആ കളറൊന്നായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതും വീക്ക് പ്രഗ്നൻസി ടെസ്റ്റ് തന്നെ ആയിരുന്നു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് കുറച്ച് ഡാർക്ക് കളറിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ ഗൈസ്, നമ്മുടെ ഫാമിലി റിയാക്ഷൻ വീഡിയോ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇതിൻ്റെ ട്രോൾ വേർഷൻ ഓഫ് കോഴ്സ് ഞാൻ നമ്മളെ ഷോർട്സ് ആയിട്ട് തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു, ബൈ.